ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ദ കരിയർ FM ഓഫ് സ്മാർട്ട് ഹബ് 2026 HSCAP പ്രോസ്പെക്ടസ് അടിസ്ഥാനമാക്കി അഡ്മിഷൻ പ്രക്രിയയിൽ ആർക്കൊക്കെയാണ് ഈ ബോണസ് പോയിന്റുകൾ കിട്ടുന്നത്, അതെങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിനെ ശരിക്കും തലകീഴായി മറയ്ക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. റാങ്ക് തീരുമാനിക്കുന്നത് പ്രധാനമായും WGPA, അതായത് വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് അടിസ്ഥാനമാക്കിയാണ്. 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ ഗ്രേഡുകളെ ഒരു പ്രത്യേക ഫോർമുല വെച്ച് പോയിന്റുകളാക്കി മാറ്റും. ഈ അക്കാഡമിക് പോയിന്റിന്റെ കൂടെയാണ് സിസ്റ്റം മറ്റ് ചില അധിക പോയിന്റുകൾ കൂടി ചേർക്കുന്നത്. ഇതാണ് നമ്മൾ ഈ പറയുന്ന ബോണസ് പോയിന്റ്. അല്ലാതെ അക്കാഡമിക് മാർക്ക് മാത്രം നോക്കിയല്ല ഇത് ചെയ്യുന്നത്. +1 അഡ്മിഷനിലും പാഠ്യേതര വിഷയങ്ങളിലെ മികവിനും അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ സാമൂഹികവും ഭൂമിശാസ്ത്രപരവുമായ ചില പ്രത്യേക പശ്ചാത്തലങ്ങൾക്കുമാണ് ഈ പോയിന്റ് കൊടുക്കുന്നത്. എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. രാജ്യത്തിനു വേണ്ടി കൃത്യനിർവഹണത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച ജവാന്മാരുടെ മക്കൾക്ക് 5 ബോണസ് പോയിന്റുകളാണ് നൽകുന്നത്. ഇത് നിയമപരമായി ദത്തെടുത്ത കുട്ടികൾക്കും പൂർണ്ണമായും ബാധകമാണ്. ഈ 5 പോയിന്റ് എന്നതൊരു റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. സർവീസിലുള്ള ആർമി, നേവി, എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കും പിന്നെ വിമുക്ത ഭടന്മാരുടെ മക്കൾക്കും 3 പോയിന്റുകൾ വീതം ലഭിക്കും. പക്ഷേ 2026 പ്രോസ്പെക്ടസില് ആർമി, നേവി, എയർഫോഴ്സ് എന്നീ 3 വിഭാഗങ്ങളെ മാത്രമാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എന്നത് ശ്രദ്ധിക്കണം. സൈനികരുടെ ജോലി സ്വഭാവം കാരണം കുട്ടികൾക്ക് പലപ്പോഴും സ്കൂളുകൾ മാറേണ്ടി വരും. അത് അവരുടെ പഠനത്തെ ബാധിക്കുമല്ലോ. അത്തരം ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ കൂടിയാണ് ഈ 3 പോയിന്റ് സിസ്റ്റം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികളുടെ തലത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഈ NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അങ്ങനെയുള്ളവ. ഇതിനൊക്കെ എത്ര പോയിന്റാണ് കിട്ടുക? ഈ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് 2 ബോണസ് പോയിന്റുകളാണ് കിട്ടുക. പക്ഷേ വെറുതെ പേര് കൊടുത്താൽ പോരാ. ഉദാഹരണത്തിന് NCC കാഡറ്റുകൾക്ക് ഈ 2 പോയിന്റ് കിട്ടണമെങ്കിൽ അവർക്ക് NCC പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് 75% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. ഒപ്പം സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. SPCയുടെ കാര്യവും അങ്ങനെ തന്നെ. അവർക്കും 2 പോയിന്റ് കിട്ടും. സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗത്തില് രാഷ്ട്രപതി പുരസ്കാരമോ അല്ലെങ്കിൽ രാജ്യ പുരസ്കാരമോ നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ 2 പോയിന്റ് കിട്ടുക. വെറും പങ്കാളിത്തം പോരാ. അതായത് വർഷങ്ങളോളം ക്യാമ്പുകളിൽ പങ്കെടുത്ത് കഠിനാധ്വാനം ചെയ്തവർക്ക് മാത്രം. ലിറ്റിൽ കൈറ്റ് സംഘങ്ങളിൽ A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 1 ബോണസ് പോയിന്റ് ലഭിക്കും. കോഡിംഗും ഡിജിറ്റൽ സ്കില്ലുകളും പഠിക്കാൻ കുട്ടികൾ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ടിനുള്ള അംഗീകാരമാണിത്. ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. നമ്മളീ പറഞ്ഞ NCC, സ്കൗട്ട് ഇതിനൊക്കെ 10ാം ക്ലാസ്സിലെ പബ്ലിക് പരീക്ഷയിൽ ഗ്രീസ് മാർക്ക് കിട്ടാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഗ്രീസ് മാർക്ക് വഴി സ്കോർ കൂട്ടിയൊരു കുട്ടിക്ക് വീണ്ടും ഇതേ കാറ്റഗറി വെച്ച് +1 ബോണസ് പോയിന്റും കൂടി നേടാൻ പറ്റുമോ? ഒരേ കാര്യത്തിന് 2 തവണ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപേക്ഷിക്കുന്ന സമയത്തെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷനാണിത്. അപ്പൊ ഡബിൾ ബെനിഫിറ്റ് ഇല്ല അല്ലേ? ഇല്ല. 10ാം ക്ലാസ് പരീക്ഷയിൽ NCC അല്ലെങ്കിൽ SPC വഴി നിങ്ങൾക്ക് ഇതിനകം ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ +1 അഡ്മിഷനിൽ അതേ കാറ്റഗറിയിൽ വീണ്ടും ബോണസ് പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ പഠിച്ച സ്ഥലവും സ്കൂളും പോലും അഡ്മിഷനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു വിദ്യാർത്ഥിക്ക് തന്റെ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ തന്നെ പഠിക്കാൻ കഴിഞ്ഞാൽ യാത്രാക്ലേശം കുറയുമല്ലോ. അതിനായി ഗവൺമെന്റ് ചില പോയിന്റുകൾ നൽകുന്നുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് +1നും അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് ലഭിക്കും. പിന്നെ നിങ്ങളുടെ താമസ സ്ഥലവും നിങ്ങൾ അപേക്ഷിക്കുന്ന സ്കൂളും ഒരേ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ 2 പോയിന്റും കിട്ടും. ഒരേ താലൂക്കിലാണെങ്കിൽ 1 പോയിന്റും ലഭിക്കും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ചില പഞ്ചായത്തുകളിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ടാകില്ല. സ്വന്തം പഞ്ചായത്തിൽ സ്കൂളില്ലാത്ത കുട്ടികൾ അവരുടെ അതേ താലൂക്കിലുള്ള മറ്റേതെങ്കിലും സ്കൂളിൽ അപേക്ഷിച്ചാൽ അവർക്ക് നഷ്ടപ്പെടുന്ന 2 പോയിന്റ് ഇവിടെ ബോണസായി നൽകും. കേരള സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 3 ബോണസ് പോയിന്റുകൾ ലഭിക്കും. പക്ഷേ CBSE അല്ലെങ്കിൽ ICSE സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഈ 3 പോയിന്റ് കിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും പെടുന്നൊരു കുട്ടിയുണ്ടെന്ന് കരുതുക. NCC ഉണ്ട്, സ്വന്തം പഞ്ചായത്താണ്, പഠിച്ച സ്കൂളാണ്, സ്റ്റേറ്റ് സിലബസാണ്. ഇതെല്ലാം കൂടി കൂട്ടിയൊരാൾക്ക് 20 25 പോയിന്റ് ഒറ്റയടിക്ക് വാങ്ങാൻ പറ്റുമോ? നിങ്ങൾ എത്ര കാറ്റഗറികളിൽ യോഗ്യത നേടിയാലും പരമാവധി കിട്ടുന്ന ബോണസ് പോയിന്റ് 10ആയി ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്.
ഈ പോയിന്റുകൾ ഒരു കുട്ടിയുടെ റാങ്കിനെ എങ്ങനെ മാറ്റും എന്ന് നമുക്കൊരു ഉദാഹരണം വെച്ച് പറയാമോ? പറയാം. ഇപ്പോ ശരാശരി മാർക്കുള്ള ഒരു കേരള സിലബസ് വിദ്യാർത്ഥിയുടെ കാര്യം എടുക്കാം. കേരള സിലബസ് ആയതുകൊണ്ട് 3 പോയിന്റ് കിട്ടി. 10ാം ക്ലാസ് പഠിച്ച അതേ സ്കൂളിൽ തന്നെ അപേക്ഷിച്ചു, അവിടെ 2 പോയിന്റ് കൂടി ലഭിച്ചു. ഈ സ്കൂൾ സ്വന്തം പഞ്ചായത്തിലായതുകൊണ്ട് മറ്റൊരു 2 പോയിന്റ്, കൂടാതെ അതേ താലൂക്കിലെ ബോണസായ 1 പോയിന്റും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ 3ഉം 2ഉം 5, 2ഉം 7ഉം 1ഉം 8, ആകെ 8 പോയിന്റുകൾ ആ കുട്ടിക്ക് വെറുതെ ലഭിക്കും. അതായത് ആ കുട്ടിക്ക് NCCയോ സ്പോർട്സോ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ പഠിച്ച സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം 8 പോയിന്റ് കിട്ടുന്നു. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ആയിരക്കണക്കിന് കുട്ടികൾ ഒരേ ഗ്രേഡുമായി നിൽക്കുമ്പോൾ ഈ 8 പോയിന്റുകൾ ഒരു കുട്ടിയെ റാങ്ക് ലിസ്റ്റിന്റെ താഴെ നിന്ന് ഒറ്റയടിക്ക് മുകളിലേക്ക് കൊണ്ടുവരും. ഒരേ മാർക്കുള്ള 2 പേരിൽ ആർക്ക് സീറ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇതായിരിക്കും. അപ്പോ ഈ പോയിന്റുകൾ കൃത്യമായി ക്ലെയിം ചെയ്യുക എന്നത് വളരെ പ്രധാനമാണല്ലേ? വളരെ പ്രധാനമാണ്. പക്ഷേ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അപേക്ഷയിൽ ഒരിക്കലും ആ കാറ്റഗറി ടിക്ക് ചെയ്യരുത്. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അലോട്ട്മെന്റ് തന്നെ പൂർണ്ണമായും റദ്ദാക്കപ്പെടും. ബോണസ് പോയിന്റ് എന്നത് വെറുമൊരു ഔദ്യോഗിക കാര്യമല്ല. നിങ്ങളുടെ ഗ്രേഡിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള വലിയൊരു ആയുധമാണത്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെല്ലാം കാറ്റഗറിയിൽ വരുമെന്ന് സ്വയം പരിശോധിക്കുക. സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കി വെക്കുക. അഡ്മിഷൻ പ്രക്രിയയെക്കുറിച്ചുള്ള ശരിയായ അറിവ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത ഒരു സീറ്റ് ഉറപ്പാക്കും. എന്തായാലും നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തയ്യാറാക്കി വെക്കുക. അഡ്മിഷൻ നടപടികൾ വളരെ സുഗമമായി നടക്കട്ടെ. സ്റ്റേ ട്യൂൺഡ് വിത്ത് സ്മാർട്ട് ഹബ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കരിയർ അപ്ഡേറ്റ്സ് അറിയൂ. റൈറ്റ് കരിയർ ചൂസ് ചെയ്യൂ. ബിക്കോസ് യുവർ ഫ്യൂച്ചർ ഡിസേർവ്സ് ദ റൈറ്റ് ഗൈഡൻസ്. സ്മാർട്ട് ഹബ്. ലെറ്റ്സ് ഗെറ്റ് സ്മാർട്ടർ ടുഗദർ.